പോലീസ് സേനയിൽ സമൂല മാറ്റത്തിന് ആഭ്യന്തര വകുപ്പ്. സ്റ്റേഷനുകൾ ജനസേവ കേന്ദ്രമാക്കുമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയെ നേരിടാൻ പ്രത്യേക പദ്ധതി. നിയമത്തെ വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. മല്ലികാർജുന ഖർഗെ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയെ കാണാൻ അടുത്തയാഴ്ച വീണ്ടും ഡൽഹിക്ക്. ജാതി നോക്കി സർവകലാശാല VC നിയമനം അവസാനിപ്പിക്കുമെന്ന് റോജി എം. ജോൺ. മാനദണ്ഡം ക്വാളിറ്റി മാത്രമാകും. തീർച്ചയായിട്ടും സർവകലാശാലകളിലെ ഇത്തരം നിയമനങ്ങളിലെ ഒറ്റ മാനദണ്ഡം ക്വാളിറ്റി മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ വരുമ്പോഴാണ് സർവകലാശാലകൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സർവകലാശാലകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമാകണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി. ദുരൂഹത നീങ്ങാതെ ധർമ്മസ്ഥല. ദുരൂഹ മരണക്കേസിൽ നിർണായക നീക്കവുമായി SIT. തലയോട്ടി കണ്ടെടുത്ത രംഗം പുനരാവിഷ്കരിച്ചു. രണ്ടാം ഘട്ട തിരച്ചിലിന് പ്രത്യേക സംഘം. പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സമരം കൂടുതൽ ശക്തമാക്കി DYFI. 50 പേർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് CPM. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ ബിലാലിനെതിരെ മൊഴി. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചതായി പരാതിക്കാരി. റാക്കറ്റ് പ്രവർത്തനങ്ങൾക്ക് നിരവധി സിമ്മുകളും അക്കൗണ്ടും ഉപയോഗിച്ചു. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞു. നിരവധി വാഹനങ്ങൾ തകർത്തു. വിരണ്ടോടി പരിഭ്രാന്തി പരത്തിയത് ശിവം ലക്ഷ്മി അയ്യപ്പൻ. ആനയെ തളച്ചു. ആരാണ് ഭാഗ്യശാലി? വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് 2 മണിക്ക്. ഒന്നാം സമ്മാനം 12 കോടി രൂപ. വിറ്റുപോയത് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകൾ.